ഹായ് നമസ്കാരം, എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള OnePlus 7 എന്ന് പറയുന്ന മോഡലാണ്. നമ്മളെല്ലാം കേട്ട പോലെ തന്നെ OnePlus 7 Pro എന്ന് പറയുന്ന മോഡലിനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് ഫോണുകളും ഒരുമിച്ചാണ് OnePlus ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആമസോണിൽ OnePlus 7ന്റെ സെയിൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മളപ്പോൾ ആ ഫോൺ പർച്ചേസ് ചെയ്തിരുന്നു. അതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നോർമൽ ആമസോണിന്റെ ഫോണുകൾ വരുന്ന ഒരു പാക്കേജിൽ തന്നെയാണ് ഇതിന്റെ ഒരു പാക്കേജ് വന്നിട്ടുള്ളത്. നമ്മളത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് OnePlusന്റെ ഒരു ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ബോക്സ് ആണ് കാണുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്, കുറെ ഗൈഡുകളും OnePlusന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോൺ രണ്ട് കളർ വേരിയന്റിലാണ് വരുന്നത്. ഒന്ന് ഒരു മിറർ ഗ്രേ വേരിയന്റും പിന്നെ ഒന്ന് റെഡ് കളറിലുമാണ്. റെഡ് കളർ എനിക്ക് അത്ര വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് മിറർ ഗ്രേ എന്ന് പറയുന്ന വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഫോണിനെ പറ്റി പറയുമ്പോൾ OnePlus ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയിട്ടുള്ളത് OnePlus 7 Pro എന്ന് പറയുന്ന മോഡലിന്റെ ഫീച്ചേഴ്സിന്റെ മുകളിലാണെന്ന് തോന്നും. കാര്യം ഇതിന്റെ ഒരു ഷേപ്പും ഡിസൈനും എല്ലാം ഇതിന്റെ തൊട്ട് മുന്നത്തെ വേരിയന്റ് ആയിട്ടുള്ള OnePlus 60 എന്ന് പറയുന്ന വേർഷന്റെ അതേപോലെ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് മാത്രമേ ഇതിന്റെ ഡിസൈനിൽ വരുത്തിയിട്ടുള്ളൂ OnePlus. പക്ഷേ ഫീച്ചർ വൈസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അതുപോലെ സ്നാപ്ഡ്രാഗൺ 855 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിത് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു ക്ലിയർ കേസ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. അതായത് സാധാരണ പുതിയ ഫോണുകളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കേസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇടയായിട്ട് ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും അധികം കമ്പനികൾ ഈ ബോക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്ലിയർ കേസ്. പിന്നെ ഇതിന്റെ ചാർജറാണ് വരുന്നത്. ചാർജർ എന്ന് പറയുമ്പോൾ സാധാരണ OnePlus ഫേമസ് ആയിട്ടുള്ള പോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിന് പറ്റിയ ഒരു ഡാഷ് ചാർജർ തന്നെയാണ് അവർ ഈ ബോക്സിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, 20 വാട്ട്സിന്റെ. അതുപോലെ തന്നെ Type-C കേബിളിലാണ് കൂടെ വരുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ 60 മുതലുള്ള എല്ലാ ഫോണുകളിലും OnePlus അവരുടെ ഹെഡ്ഫോൺ ജാക്കുകൾ റിമൂവ് ചെയ്തിരുന്നു. അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള 3.5mm ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഹോൾ ഇതിനകത്തില്ല. അപ്പോൾ അതിന് പകരം അവരൊരു കണക്ടർ ഈ ബോക്സിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു വേർഷൻ മുതൽ അവർ ആ കണക്ടർ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഈ ഒരു വേരിയൻറ്റ് മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു കണക്ടറെങ്കിലും കിട്ടേണ്ടതായിരുന്നു. അതാണ് ഈ ഒരു ബോക്സിനകത്ത് പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ ഇനി ഫോണിൻ്റെ സ്പെക്കിലേക്ക് പോകുമ്പോൾ Android 9 Pieലാണ് ഈ ഒരു വേർഷൻ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റം റോം എന്ന് പറയുന്ന OxygenOSലാണ് ഇത് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 855 വരുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. പിന്നെ 6GB റാമും അതുപോലെ 8GB റാം വേരിയൻ്റ് ഉണ്ട്. ഒപ്പം തന്നെ 128 അല്ലെങ്കിൽ 256 GB സ്റ്റോറേജിലാണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് വേരിയൻറ്റ്, മോഡൽ വേരിയൻ്റ് ഉള്ളത്. നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 8GB റാമും 256 GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 6.41 ഒപ്റ്റിക് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. Full HD+ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. 3700 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. ബാക്കിയുള്ള ഫോണുകളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു കുറവായിട്ട് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമ്മളെ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. പിന്നെ പുതിയ OxygenOSലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളൊക്കെ, അല്ലെങ്കിൽ റാം ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഫീച്ചറുകളൊക്കെ നമുക്ക് അഡീഷണലി ബാറ്ററി സേവ് ചെയ്യാനും അല്ലെങ്കിൽ ബാറ്ററി പെർഫോമൻസും ഫോണിൻ്റെ പെർഫോമൻസും ഒക്കെ ക്യാപ്പബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി OnePlusനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു മോഡലിനെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ ക്യാമറയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ 2 ക്യാമറ സെൻസറുകളാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് 48 മെഗാപിക്സലിൻ്റെ f1.7 സോണീൻ്റെ IMX586 എന്ന് പറയുന്ന ഒരു മെയിൻ സെൻസറും അതിൻ്റെ കൂടെ തന്നെ ഒരു 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് കമ്പനി ഈ ഒരു മെയിൻ ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സെക്കൻഡറി നമ്മൾ ഫ്രണ്ട് ഫേസ് ക്യാമറ ആയിട്ട് കൊടുത്തിട്ടുള്ളത് 16 മെഗാപിക്സലിൻ്റെ ഒരു f2.0 വരുന്നൊരു സെൻസറാണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വേർഷൻ അതായത് OnePlus 60യിൽ നിന്ന് മാറി വരുമ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ചെറിയൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അവർ എടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റോറേജ് തന്നെ UFS 3.0 എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഒന്നും കൂടെ സ്പീഡിൽ നമുക്ക് ഈ സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. OnePlusന് സാധാരണ 60 അല്ലെങ്കിൽ 6നൊക്കെ സാധാരണ ഉണ്ടായിരുന്നത് സൗണ്ടിനൊരു അത്ര പെർഫോമൻസ് പോരാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡോൾബിയുടെ 2 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല ഈ ഒരു മോഡലിന്. അപ്പോൾ ഓവറാൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഫോണുകളാണ് OnePlus 7ന്റെ ഈ 2 കളർ വേരിയന്റിൽ ഈ 2 റാമിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ. 33,000 രൂപയും അതായത് 32,999 രൂപയും 7,999 രൂപയാണ് ഇതിന്റെ ഒരു വില വരുന്നത്. ഈ മോഡലിന്റെ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള റിവ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ പറയാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കയറി പേജും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.